കേരളത്തിലെ തമ്മിലടി ഭയന്ന് ബാംഗ്ലൂരിലേക്ക് സമ്മേളനം നടത്താൻ പോയ ഇ.കെ. ഗ്രൂപ്പിൻ്റെ ആളുകൾ തമ്മിൽ ഇന്ന് വാക്ബയറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നടക്കുകയാണ്. നിങ്ങളില്ലെങ്കിലും ഞങ്ങളുടെ സമ്മേളനം വിജയിക്കുമെന്ന് ഇതുവരെ ഒട്ടിച്ചേർന്ന് പോഷക സംഘടനയായി നിന്നുകൊടുത്ത് പ്രവർത്തിച്ച സംഘടന മാതൃസംഘടനയോട് പറയുന്നു, നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഇല്ല എങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായി സമ്മേളനം നടത്താൻ കഴിയും എന്ന്. അതിന് തെളിവായി പറയുന്നത് ബാംഗ്ലൂരിൽ ലീഗില്ലല്ലോ, ആ ലീഗില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ശക്തി തെളിയിച്ച ഒരു സമ്മേളനം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന രീതിയിലൊക്കെയാണ് അവകാശവാദങ്ങൾ ഉള്ളത്. എന്തൊക്കെയാണെങ്കിലും ഈ സമ്മേളനത്തിനൊരു പ്രത്യേകതയുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേര് ദുരുപയോഗം ചെയ്ത് ആ അഡ്രസ്സ് അവർ അതിനിട്ട് നടത്തിയെന്നതിൽ പ്രതിഷേധമുണ്ട് എങ്കിലും ഒരു സുന്നി സമ്മേളനം എന്ന നിലക്ക് ഏറെക്കുറെ വിജയകരമായ ഒരു പരിപാടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ചില പുഴുക്കുത്തുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്, അത് നമ്മൾ പറയുകയും ചെയ്യാം. ആ സമ്മേളനം പൂർണ്ണമായും ഈ രീതിയിൽ വിജയിക്കാനുള്ള കാരണം പിണ്ടം വക്കൽ മാഷും അതുപോലെ ഗീബൽസ് മൗലവിയും പ്രഭാഷണത്തിന് വേദി നൽകപ്പെട്ടില്ല എന്ന ഒരു പ്രത്യേകത, അതുകൊണ്ടാണ് ആ സമ്മേളനം ഈ അർത്ഥത്തിലെങ്കിലും വിജയിക്കാൻ കാരണമായത് എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. കേരളത്തിൽ ഇങ്ങനൊരു സമ്മേളനം നടത്താൻ ഈ സമയത്ത് അവർക്ക് കഴിയില്ല. നടത്തിയാൽ അവകാശവാദങ്ങളും പിണ്ടം വെക്കലുകളും ചിലരെ അടുപ്പിക്കാതിരിക്കലുകളും ഒക്കെ നടക്കും. എന്നാൽ അതിനൊക്കെ പരിഹാരമാണ് ബാംഗ്ലൂരിലെ ചില ആളുകളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള മണ്ണ് എന്ന് മനസ്സിലാക്കി ആ സാമ്രാജ്യ ബിസിനസ്സിൻ്റെ ആളുകൾ നേരത്തെ തന്നെ അവിടെ പോയി കാലുകുത്തി ഇതിൻ്റെ ആളുകളായി വർക്ക് ചെയ്തു എന്നൊക്കെ അവകാശപ്പെട്ട് സമ്മേളനത്തിൻ്റെ അഡ്രസ്സും സമ്മേളനത്തിൻ്റെ മേൽവിലാസവും അവരുടെ പേരിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ അവകാശവാദം ഉന്നയിക്കുന്നവർ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ചരിത്രമാണ്. അവിടെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചരിത്രമൊക്കെ പറഞ്ഞുവെങ്കിലും 89 ആ ചരിത്രം അവർക്ക് ഇല്ലാതായിട്ടുണ്ട്. 89 വരെയുള്ള ചരിത്രത്തിൽ സമസ്തയുടെ മിനിറ്റ്സ് തിരുത്തിയിട്ടില്ല. ആ തിരുത്താത്ത മിനിറ്റ്സ് ഉള്ളത് യഥാർത്ഥ സമസ്തയുടെ അവകാശികളുടെ വക്കലാണ്. ഷറഹ് എഴുതി ചേർത്ത ഒരു മിനിറ്റ്സ് സമസ്തക്ക് വേണ്ടതില്ല, പറ്റില്ല. കളവുകൾ എഴുതി ചേർത്ത ഒരു മിനിറ്റ്സ് പറ്റില്ല. അതുകൊണ്ട് ആ സമ്മേളനത്തിൽ തന്നെ അതിൻ്റെ വലിയൊരാൾ പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് ഒരു വക്കീലുണ്ടാക്കിയ സംഘടനയല്ല, ഇത് അസുലുള്ളതാണ് എന്ന്. എന്നാൽ ആ സംഘടനയ്ക്ക് ഒരു അസുലും ഇല്ല. അസുലുള്ള സംഘടന തിരുത്താത്ത, മിനിറ്റ്സിൽ ഷറഹ് എഴുതാത്ത, യഥാർത്ഥ സമസ്തയുടെ ആശയങ്ങളും ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന, ജനറൽ ബോഡി ചേർന്ന് മുഷാവറ തിരഞ്ഞെടുക്കുന്ന ഒരു സംഘടനയാണ് യഥാർത്ഥ അസുലുള്ള സമസ്ത. ആ സമസ്ത അപ്പുറത്തില്ല എന്നത് ഇതുവരെ തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ അസുല് ഉണ്ട് എന്ന് പറയുന്ന വാദം ശുദ്ധ അസംബന്ധമാണ്. എന്നതുപോലെ ഒരു വക്കീലുണ്ടാക്കിയ സമസ്തയല്ല എന്ന് മറ്റാരെയോ കളിയാക്കി പറയുകയാണെങ്കിലും 2 വക്കീലന്മാരെ ഇറക്കി അവരുടെ മിനിറ്റ്സൊക്കെ ശരിയാക്കി ഷറഹ് എഴുതാൻ വേണ്ടി കുത്സിത ശ്രമം നടത്തിയത് അപ്പുറത്തുള്ളവരാണ്. എസ് കൃഷ്ണയ്യർ എന്ന് പറയുന്ന വക്കീലും മായിൻകുട്ടി എന്ന് പറയുന്ന വക്കീലും അവർ അതിനുവേണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വക്കീലിനെ കൊണ്ടുണ്ടാക്കിയ സംഘടന അല്ല എന്ന് പറയുമ്പോൾ അതും മറ്റൊരർത്ഥത്തിൽ കളവാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അപ്പുറത്തുള്ളവർ തന്നെയാണ്. അവർ ഉദ്ദേശിച്ചത് വേറെ ആരോ ആയിരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അത് സത്യമല്ല, അബദ്ധജടിലമാണ് എന്നത് അദ്ദേഹവും അദ്ദേഹത്തെ പേറുന്നവരൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പിന്നെ ഈ സമ്മേളനത്തിൽ അവകാശവാദത്തിനാണ് വരുന്നതെങ്കിൽ ഒരേ ദിവസം ലീഗിൻ്റെയും അതുപോലെ ഇവർ പറയുന്ന ചേളാരി വിഭാഗത്തിൻ്റെയും സമ്മേളനം കേരളത്തിൽ എവിടെയാണെങ്കിലും ശരി ഒരു ദിവസം വെക്കാൻ അവർ ധൈര്യപ്പെടുമോ? അങ്ങനെ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇവർക്കും മണികളുണ്ട്, അവർക്കും മണികളുണ്ട്, അത് ഇവരൊക്കെയാണ്
രണ്ടും താരതമ്യപ്പെടുത്തിയാൽ ഏതാണ് കൂടുതൽ ഏതാണ് കുറവ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ബാംഗ്ലൂരിലായതുകൊണ്ട് ആ അവകാശവാദത്തിന് സ്ഥാനമില്ല. ഇനി ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നവർ അവരുടേതായ ആ ചരിത്ര സത്യം തെളിയിക്കേണ്ടത്, അവകാശവാദം തെളിയിക്കേണ്ടത് കേരളത്തിൽ തന്നെ ഒരേ ദിവസം ലീഗിൻ്റെ സമ്മേളനം ഒരു ജില്ലയിലാവട്ടെ, മറ്റൊരു സമ്മേളനം ചേളാരി വിഭാഗത്തിൻ്റെ സമ്മേളനം മറ്റൊരു ജില്ലയിലാവട്ടെ, മലപ്പുറത്തും കോഴിക്കോടുമാക്കാം, എവിടെയുമാക്കാം, അങ്ങനെ നടത്തിയിട്ട് അവർ ആ സമ്മേളനത്തിൻ്റെ ശക്തി ഒന്ന് തെളിയിക്കട്ടെ. അപ്പോഴാണ് ഈ അവകാശവാദമൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയുക. ഒരു വിഭാഗത്തിൻ്റെ ഊരമ്മൽ ജീവിക്കുന്നവർ ഇവിടെ നിന്ന് കുറച്ച് പുറത്തേക്ക് പോയിക്കൊണ്ട് നിങ്ങളില്ലെങ്കിലും ഞങ്ങളുണ്ട്, അതിൻ്റെ ശക്തിയാണിത്, അതിന് നിദാനമാണിത് എന്നൊക്കെ പറയുന്നതിൽ അല്പത്വമുണ്ട്. അത് മനസ്സിലാക്കൽ ആവശ്യമാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല പരിഹാരം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ കേരളത്തിൽ ഒരേ ദിവസം രണ്ടും സമ്മേളനം നടത്തുക. എന്നാൽ അവരുടെ ശക്തി നമുക്ക് മനസ്സിലാക്കാം. അതിൽ ആർക്കാണോ കൂടുതൽ ശക്തിയുള്ളത് എന്നാൽ അവർക്ക് ആ ശക്തി വകവെച്ചു കൊടുക്കാവുന്നതാണ്. ഇതില്ലാതെ അവകാശവാദത്തിന് വേണ്ടിയുള്ള പറച്ചിലിനൊന്നും ഒരു പ്രസക്തിയുമില്ല. പിന്നെ ആ സമ്മേളനങ്ങളിൽ ഏകദേശം സുന്നി ശബ്ദം ഉയർത്തി കേൾപ്പിക്കാൻ അവരിൽ പലർക്കും കഴിഞ്ഞു. പക്ഷേ സമസ്ത എന്ന കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ആ സുന്നി കേൾപ്പിക്കലാണ്, അത് വൈരുദ്ധ്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. സമസ്തയില്ലാത്ത അവർ സമസ്തയുടെ പാരമ്പര്യവും മറ്റൊക്കെ എണ്ണി പറഞ്ഞ് സുന്നത്ത് ജമാഅത്തൊക്കെ പറയുന്നു. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. അങ്ങനെയുള്ളൊരു സുന്നി സമ്മേളനമായി വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താം. പക്ഷേ അതിൽ പറഞ്ഞ കാര്യങ്ങളുമായി ആ സംഘടനയ്ക്ക് എത്രമാത്രം ബന്ധമുണ്ട് എന്നത് ചിന്തിക്കുമ്പോഴാണ് വളരെയധികം ദുഃഖം തോന്നുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റും അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയുമൊക്കെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തും വഹാബികളുമായി ബന്ധം പാടില്ല, അസുന്നികളുമായി ബന്ധം പാടില്ല, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാൻ പാടില്ല, അവരുമായി കൂട്ടുകൂടിയാൽ അവിടെ ഈമാൻ തകർന്നു പോകും എന്നൊക്കെയാണ്. ഇത് അവിടെ നിന്ന് പറയാമെന്നല്ലാതെ അവരുടെ വലതും ഇടതും ഭാഗത്ത് നിർത്തിയിട്ടുള്ളത് വഹാബികൾക്ക് പോഷണം നൽകുന്ന നേതാക്കളാണ്. ഒന്ന് വഹാബികളുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന രാഷ്ട്രീയ തങ്ങൾ, മറുഭാഗത്ത് മുജാഹിദിൻ്റെ രക്ഷാധികാരിയാകുന്ന ദേശീയ നേതാവ്. ഇങ്ങനെ ഈ രണ്ട് നേതാവിനെ അവിടെ ഇരുത്തിക്കൊണ്ടാണ് അവർ തർക്കുൽ മുവാലാത്തും വഹാബികളുമായി ബന്ധം പാടില്ല എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരാൾ സുന്നിയാണോ സുന്നിക്ക് താല്പര്യമുള്ളവരാണോ എന്ന് മനസ്സിലാക്കുന്നത് അവരുടെ പ്രവർത്തനം കൊണ്ടാണ്. അന്നലക്കാണെങ്കിൽ ആ ലീഗിൻ്റെ നേതാവ്, രണ്ട് നേതാക്കളും സുന്നിക്ക് ഒരു നിലയും വിലയും കൽപ്പിക്കാറില്ല. വഹാബികളുടെ സമ്മേളനത്തിന് ആശംസ നേരുന്നു, അവർ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കുന്നു. ഇതൊക്കെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രൂപീകരിച്ച സംഘടനയാണല്ലോ സമസ്ത. ആ സമസ്തയുടെ നേതാക്കളാണ് അവർ എന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ അവർ അവകാശപ്പെടുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ യുവജന വിഭാഗത്തിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം എന്തെല്ലാം വഹാബികളുമായി ബന്ധം സ്ഥാപിച്ചു, ഇത്ര വഹാബികൾക്ക് മയ്യത്ത് നിസ്കരിച്ചു. അയാൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അയാൾ അതിൻ്റെയും കൂടി ആളാണെന്ന് പറഞ്ഞാൽ അത് സമസ്തക്ക് പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു സമസ്തയിൽ അടുപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ വൈസ് പ്രസിഡൻ്റ് ആക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടിയും അവർ പലപ്പോഴും പറയാറുണ്ട്, അയാൾ ജാഹിലാണ് എന്നതുകൊണ്ട്. ഇത് ആലിമാണെന്ന് കൂട്ടുക, എന്നാൽ തന്നെ ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്യുന്ന ഒരാളെ ആ സംഘടനയുടെ പ്രസിഡൻ്റ് ആക്കുക, അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റ് ആക്കുക, വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഖജാൻജിയാക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തർക്കുൽ മുവാലാത്തിന് വേണ്ടിയിട്ട് ഉറഞ്ഞു തുള്ളുന്നു. ഇതിൽ കാപഢ്യമല്ല ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് ഒഴിവുണ്ടാകുമ്പോൾ ഇരുന്നിട്ടൊന്ന് ചിന്തിക്കണം. സുന്നത്ത് ജമാഅത്ത് അങ്ങനെയൊക്കെ പറയുകയും മുറുക്കി പിടിക്കണമെന്ന് പറയുകയും സ്വന്തം ഒപ്പം ഈ സുന്നത്ത് ജമാഅത്തിന് നിലയും വിലയും കൽപ്പിക്കാത്തവരെ പോഷക സംഘടനയുടെ പ്രസിഡൻറ്റും വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഖജാൻജിയും രക്ഷാധികാരിയുമൊക്കെ ആക്കി നടക്കുന്ന ഇതിന് വൈരുദ്ധ്യമുണ്ട്. അത് നിസ്സഹായരാണ്. അവരെ പുറത്താക്കാൻ വയ്യായെങ്കിൽ ആ പൂട്ട് പൊട്ടിച്ചിങ്ങോട്ട് പുറത്തേക്ക് വരൂ. പക്ഷെ വരാനർഹതയില്ല. അവരുടെ പോഷണത്തിന് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് എന്ന ആ കഴിഞ്ഞകാല ചരിത്രം മറന്നുകൊണ്ടുള്ള തുള്ളലാണിത്. ആ തുള്ളൽ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടില്ലല്ലോ. ഒരു സംഘടന അവരുടെ പോഷണത്തിന് വേണ്ടി ഒരു പണ്ഡിത തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വേണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ പണ്ഡിത തൊഴിലാളി യൂണിയൻ രംഗത്തിറങ്ങിയാൽ ആ മാതൃസംഘടന അത് അംഗീകരിക്കുമോ? ഇല്ല. അപ്പോൾ തുടക്കം അസിൽ തന്നെ നോക്കേണ്ടിയിരുന്നു. അസിൽ തന്നെ ലെവലാവണം. ആ അസിൽ യഥാർത്ഥ അവകാശികൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ജനറൽ ബോഡി എന്ന് പറയുന്ന പരമാധിക ബോഡിയെ അംഗീകരിക്കാതെ
അത് തീരുമാനിച്ച തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് തെർക്കുൽ മുവാലാത്ത് ലംഘിച്ച് സമസ്തയുടെ തീരുമാനം കാറ്റിൽ പറത്തിയ ആളുകളുടെ ഒപ്പം ചേർന്ന് ആ ചേർന്ന ആളുകളും അത് കാഴ്ചവെച്ച ആളുകളും ഇന്നും ശരിയായിരുന്നു, അവരുടെ കാഴ്ചപ്പാടുകൾ ശരിയായിരുന്നു എന്നാണ് ഇന്നത്തെ ഇവരുടെ നേതൃത്വം മുഴുവനും പറയുന്നത്. സലഫികളോടൊപ്പം വേദി പങ്കിട്ടതും സമസ്തയുടെ ഷാബാനു കേസ് വിഷയത്തിൽ സമസ്തയുടെ തീരുമാനം പ്രധാനമന്ത്രിയെ അറിയിക്കണമെന്ന നിയമമൊക്കെ ലംഘിച്ച് സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിച്ച് സമസ്തയുടെ അസ്തിത്വം ലോകത്തിന് മുമ്പിൽ തെളിയിക്കാൻ വേണ്ടി സമസ്തയെടുത്ത തീരുമാനം ധിക്കരിച്ച് സലഫിയുടെ കൂടെ പരിപാടിയിൽ പങ്കെടുത്ത് ആ സമസ്തയുടെ തീരുമാനം മരവിച്ചത് ശരിയായിരുന്നു എന്ന് ശരിവെക്കുന്ന ഇവരാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ഇടക്കിടക്കൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. തർക്കുൽ മുവാലാത്തൊക്കെ പറയാൻ കൊള്ളാം, പക്ഷേ അത് കേരളത്തിൽ പുലർത്താനുള്ള ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആദ്യമായി ഈ വഹാബികൾക്ക് ചൂട്ടുപിടിക്കുന്ന ഈ SYSൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുത്തി അദ്ദേഹത്തെ പുറന്തള്ളുകയാണ് വേണ്ടത്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഖജാൻജി സ്ഥാനത്ത് നിന്ന് പുറന്തള്ളുകയാണ് വേണ്ടത്. തർക്കുൽ മുവാലാത്ത് എന്ന് പറഞ്ഞാൽ വഹാബി ആശയം ഉള്ളവർ മാത്രമല്ല, അവർക്ക് ചൂട്ടുപിടിക്കുന്നവരും അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വേദികളിലൊക്കെ സുന്നിയാണെന്ന് പറയപ്പെടാത്ത, അപ്പോൾ സമദാനിനെ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത് എന്താണെന്ന് മനസ്സിലായില്ല. കാരണം സമദാനിയും അതുപോലെ തന്നെ മറ്റ് MP ആയ ET ബഷീറും ഇല്ലാത്ത ഒരു സമസ്ത ഇവർക്ക് ഉണ്ടാവാറില്ല. രണ്ടും വഹാബിസത്തിൻ്റെ പക്ക ആളുകളാണെന്ന് യഥാർത്ഥ സുന്നികൾ ഒരുപാട് കാലമായി പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോൾ വേദികളിലൊക്കെ വഹാബി സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് MP ആണ്. അപ്പോൾ അദ്ദേഹം കൂടി അതിലുണ്ടാകേണ്ടിയിരുന്നു, എന്നാലേ ഇപ്പോൾ അതിൻ്റെ ആ ശരിക്കുള്ള ചാരിത്രത്തിൽ അത് എത്തുമായിരുന്നുള്ളൂ. അതുപോലെ വഹാബിസത്തിന് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ET ബഷീർ, അദ്ദേഹത്തിൻ്റെയൊക്കെ സാന്നിധ്യം എന്തുകൊണ്ടുണ്ടായില്ല? കേരളത്തിലല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരും കൂടി ഉണ്ടായാലേ ആ സമ്മേളനം കുശാലാവുകയുള്ളൂ. ഇപ്പോൾ ഇത്തരത്തിൽ തർക്കുൽ മുവാലാത്തൊക്കെ പറയുമ്പോൾ അത് പാലിക്കാൻ പറ്റുന്നതാണോ? തങ്ങൾ എത്രമാത്രം പാലിക്കുന്നുണ്ട്? തങ്ങളുടെ കീഴടങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം സംസാരിക്കുകയാണെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടാവുമായിരുന്നു. ഇതൊന്നും കൂടാതെ മുമ്പിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച കുറച്ച് ആശയങ്ങൾ ഇങ്ങനെ പറയുന്നതിനെതിരെ വിറ്റേന്ന് പ്രവർത്തിക്കും. ചേളാരിയിൽ കൂരിയാട് വെച്ചുകൊണ്ട് ഭയങ്കര സുന്നി ഉറഞ്ഞു തുള്ളും. വൈകുന്നേരം പട്ടിക്കാട് പോയി വഹാബിൻ്റെ ഒപ്പം വേദി പങ്കിടും. ഇങ്ങനെയുള്ള ഈ ഈമാനും കുഫറും കൂടി യോജിച്ചു കൊണ്ടുപോകണമെന്ന് തോന്നിക്കുന്ന ഒരു വിഭാഗം ആളുകളുടേതല്ല. ഒമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ഈമാൻ ഉണ്ടെന്ന് പറയും, വൈകുന്നേരം ആയാലും ശിർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു പരിപാടി എന്നതുപോലെ സുന്നികളായിട്ട് എതിർക്കുന്നവരായിട്ട് ബന്ധമില്ല എന്ന് രാവിലെ പറയും, വൈകുന്നേരം അവരോടൊപ്പം സദ്യ ഉണ്ണും, അവരോടൊപ്പം വേദി പങ്കിടും. ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പിനെ ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ പുലർത്തുന്ന ആളുകൾക്ക് തർക്കുൽ മുവാലാത്തിൻ്റെ സ്ട്രോങ് ഉണ്ട് എന്നൊക്കെ ഗർജനം നടത്തിയത് കൊണ്ടും കാര്യമില്ല. അതുപോലെ ജാമ്യയിൽ വഹാബികളെ കയറ്റാതിരിക്കുന്നത് അവർക്ക് അസ്വസ്ഥമാണ്. ജാമ്യയുടെ സമ്മേളനം നടക്കുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ വഹാബികൾ കൂട്ടം കൂട്ടമായി ഇങ്ങനെ വരും ഒരുക്കങ്ങൾ കാണാൻ. എന്നിട്ട് അവർക്ക് നല്ല സ്വീകരണവും മറ്റുമൊക്കെ നൽകും. സമ്മേളനത്തിൽ തന്നെ പ്രസംഗിക്കുന്നത് വലിയ വലിയ പക്ക വഹാബികൾ. ഇതുപോലെ കുറ്റിപ്പുറത്ത് എസ്കിൻ്റെ സമ്മേളനം നടന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ സംഘമായിരുന്നു അവരെ ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നത്. അവർക്ക് ഭയങ്കര രാജോചിതമായ വരവേൽപ്പ് നൽകി. ഇങ്ങനെ രണ്ട് സംഘടനയുടെ ആവശ്യമില്ല. അവരുമായി ഒന്നിരിക്കുക, അതിൽ ലയിക്കുക, അല്ലെങ്കിൽ അത് ഇതിൽ ലയിക്കുക, ആ രീതിയിൽ ചെയ്താൽ മതി. സമസ്ത എന്ന പേര് ദുരുപയോഗം ചെയ്യാതിരിക്കുക. ഇത് മാത്രമേ ഇപ്പോൾ ഇവരോട് നമുക്ക് പറയാനുള്ളൂ. യഥാർത്ഥമായ ഒരു ആദർശത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ആ സംഘടന, അതിൻ്റെ അകത്തും അതിൻ്റെ പോഷക സംഘടനകളിലും അതിൻ്റെ നയങ്ങൾക്കെതിരായി വഹാബിക്ക് സലാം ചെല്ലാൻ പാടില്ല, അവർക്ക് മയ്യിദ് നിസ്കരിക്കാൻ പാടില്ല എന്ന ഒരൊറ്റ ആശയം, ആ അഖണ്ഡിതമായ ആശയം അംഗീകരിക്കാത്ത ഒരൊറ്റ കുട്ടിയും തങ്ങളുടെ നേതൃനിരയിൽ ഉണ്ടാകാൻ പാടില്ല, പോഷക സംഘടനകളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന വിഷയത്തിൽ ബദ്ധശ്രദ്ധരായി നിങ്ങളുടെ സംഘടന മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് സമസ്തയില്ലെങ്കിലും നിങ്ങൾക്ക് പഴയകാല സമസ്തയുടെ ഒരു പ്രതിരൂപമെങ്കിലും നൽകാൻ നിങ്ങളോടൊപ്പമുള്ളവരെങ്കിലും തയ്യാറാകും. അതുകൊണ്ട് ആ വിഷയത്തിൽ പാലിക്കാത്തത് പറഞ്ഞുകൊണ്ട് വലിയ ആളുകളാകാൻ ശ്രമിക്കരുത് എന്നാണ് യഥാർത്ഥ സുന്നികൾക്ക്, സമസ്തയുടെ അവകാശികളായ അതിൻ്റെ ആദർശം മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ഇവരോട് പറയാനുള്ളത്. ഏതായാലും ശക്തി തെളിയിക്കാൻ കേരളത്തിൽ തന്നെ ഈ രണ്ട് സംഘടനയും ഒരു സമ്മേളനം നടത്തി കാണിച്ചു തന്നാൽ രണ്ടു കൂട്ടരുടെയും ശക്തി നമുക്ക് അംഗീകരിക്കാവുന്നതാണ് എന്ന് പറയുകയാണ്. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.